തിരുവനന്തപുരത്തെ ആ തിരക്കേറിയ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഇടനാഴികളിൽ വെച്ചാണ് ആ പ്രണയകഥയുടെ തുടക്കം കുറിക്കുന്നത്. അവിടെ പുതിയതായി ജോലിക്ക് പ്രവേശിച്ച കുന്നത്തൂർ സ്വദേശിനിയായ ആ യുവതി തൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ജോലി ചെയ്യുന്ന എപ്പോഴും സ്നേഹത്തോടെയും മാന്യതയോടെയും മാത്രം പെരുമാറുന്ന ആ മനുഷ്യൻ്റെ ഉള്ളിലിരിപ്പ് ഒട്ടും തിരിച്ചറിഞ്ഞിരുന്നില്ല. തനിക്ക് ചുറ്റും പ്രണയത്തിൻ്റെ മധുരം പുരട്ടിയ വലിയൊരു നുണക്കോട്ടയാണ് അയാൾ പണിയുന്നതെന്ന് വിശ്വസിക്കാൻ ആ പാവം പെൺകുട്ടിക്ക് ഒട്ടും സാധിക്കുമായിരുന്നില്ല. വർഷങ്ങളോളം നീണ്ടുനിന്ന ആഴത്തിലുള്ള സൗഹൃദത്തെ വളരെ ആസൂത്രിതമായാണ് അയാൾ പ്രണയമാക്കി മാറ്റിയെടുത്തത്. ഒടുവിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ക്ഷേത്രത്തിൽ വെച്ച് ആർഭാടമായ വിവാഹം നടക്കുമ്പോൾ താനൊരു പുതിയ ജീവിതത്തിലേക്ക് സന്തുഷ്ടിയോടെ കാലെടുത്ത് വയ്ക്കുകയാണെന്നാണ്, അങ്ങനെ മാത്രമാണ് ആ വധുവും അവളുടെ മാതാപിതാക്കളും കരുതിയത്. എന്നാൽ കല്യാണം കഴിഞ്ഞ് വെറും 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തല്ലിക്കൊഴിച്ച് ആ ക്രൂരമായ സത്യം പുറത്തു വന്നു. തങ്ങൾ വിശ്വസിച്ച് മകളെ കെട്ടിച്ചു കൊടുത്ത അല്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത ആ നവവരൻ വെറുമൊരു മാരനല്ല, മറിച്ച് 2 വിവാഹം കഴിച്ച് 4 മക്കളുടെ പിതാവായ വിവരം പൂർണ്ണമായും മറച്ചു വച്ചൊരു കൊടും വഞ്ചകനും കല്യാണ തട്ടിപ്പ് വീരനുമായിരുന്നു. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയെയും കേരളക്കരയും ഒന്നടങ്കം ഞെട്ടിച്ച ഈ ഒരു വൻ തട്ടിപ്പിൻ്റെ ചുരുളഴിച്ചുകൊണ്ട് ഒടുവിൽ കല്യാണരാമനായ കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റജി എന്ന 39-കാരനെയും ഈ നാടകത്തിന് കൂട്ടുനിന്ന സഹായി മാവേലിക്കര കൊല്ലക്കടവ് സ്വദേശി ജിജോ എന്ന 22-കാരനെയും ശാസ്താംകോട്ട പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തു. ജോബിൻ എന്ന തികച്ചും വ്യാജമായ പേരിലും മേൽവിലാസവും സ്വീകരിച്ചാണ് റജി പുതിയൊരു വരനായി പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഈ വ്യാജപ്പേരിൻ്റെ മറവിൽ ഇയാൾ ഒളിപ്പിച്ചു വെച്ചത് സമാനതകളില്ലാത്ത വഞ്ചനയുടെയും ക്രിമിനൽ ബുദ്ധിയുടെയും വലിയൊരു ചരിത്രം കൂടിയായിരുന്നു. കണ്ണനല്ലൂർ, നല്ലിവില എന്നിവിടങ്ങളിൽ നിന്നായി 2 നിർധന യുവതികളെയാണ് ഇയാൾ ഇതിനു മുമ്പും ഇതേ രീതിയിൽ പ്രണയക്കണിയിൽ വീഴ്ത്തി കല്യാണം കഴിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു പോയത്. ഈ 2 വിവാഹ ബന്ധങ്ങളായി ഇയാൾക്ക് 4 മക്കളുമുണ്ട്. ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഹായിയായ ജിജോ ഇയാളുടെ കൂടെ കൂടിയത്. 2 പേരും 2 സമുദായത്തിൽപ്പെട്ടവരായതിനാൽ തൻ്റെ വീട്ടുകാർ ഈ വിവാഹത്തോട് ഒട്ടും സഹകരിക്കില്ലെന്നും അവർ ആരും കല്യാണത്തിന് എത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് റജി യുവതിയുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ വിശ്വാസം പിടിച്ചുപറ്റിയത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ തൻ്റെ ഭാഗത്തുനിന്ന് സ്വന്തം ബന്ധുക്കളാരും വരാതിരിക്കാനും അങ്ങനെ വന്നാൽ മുൻകാല ചരിത്രങ്ങൾ പിടിക്കപ്പെടുമെന്ന ഭയത്താലുമാണ് ഇയാൾ ഇങ്ങനൊരു തന്ത്രം തന്നെ മെനഞ്ഞത്. തൻ്റെ വീട്ടുകാരെയും സുഹൃത്തുക്കളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വിവാഹത്തിൽ സ്വന്തമായി ഒരാളെങ്കിലും അടുത്ത ബന്ധുവായി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് 22-കാരനായ ജിജോയെ വിവാഹാലോചനയുടെ തുടക്കം മുതൽ വധുവിൻ്റെ കുടുംബത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. വിവാഹവേദിയിൽ ജിജോ ഇയാളുടെ അടുത്ത ബന്ധുവിൻ്റെ വേഷം കെട്ടി വരികയുമായിരുന്നു. അതിനു പുറമെ വിവാഹത്തിന് മുന്നോടിയായി യുവതിയുടെ പിതാവിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ കൈക്കലാക്കുകയും ചെയ്തു. കൊല്ലത്ത് കല്ലുവാതിൽക്കൽ ഭാഗത്ത് പുതിയൊരു വാടക വീട് ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി സ്വന്തം ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചതും ഇയാളുടെ വലിയ തട്ടിപ്പിൻ്റെ ഭാഗം കൂടിയായിരുന്നു. എന്നാൽ റജി 3ാമത് ഒരു പെൺകുട്ടിയെ ചതിച്ച് വിവാഹം കഴിച്ച വിവരം അയാളുടെ 2ാമത്തെ ഭാര്യ അറിഞ്ഞതോടെയാണ് കഥയാകെ മാറിമറിയുന്നത്. ഭർത്താവിൻ്റെ ഈ ക്രൂരത മനസ്സിലാക്കിയ 2ാമത്തെ ഭാര്യ ഒട്ടും സമയം കളയാതെ കുന്നത്തൂരിലേക്ക് നേരിട്ട് അന്വേഷിച്ച് പുറപ്പെടുകയായിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമായ തിങ്കളാഴ്ച തന്നെ അവർ തൻ്റെ മക്കളോടൊപ്പം കുന്നത്തൂരിലെ പെൺകുട്ടിയുടെ പ്രദേശത്ത് എത്തിച്ചേർന്നു. തുടർന്ന് അവിടുത്തെ പ്രധാന ജംഗ്ഷനിലെ കച്ചവടക്കാരോടും ഓട്ടോറിക്ഷ ഡ്രൈവർമാരോടും ജോബിൻ എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചെങ്കിലും ആർക്കും ഇങ്ങനൊരു ആളെയോ മേൽവിലാസമോ അറിയില്ലായിരുന്നു. കാരണം വിവാഹ ക്ഷണക്കത്തിൽ പോലും റജി നൽകിയിരുന്നത് തികച്ചും വ്യാജമായ പേര് കൂടിയായിരുന്നു. എന്നാൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഒരു വിവാഹം നടന്നിരുന്നതായും അതിൽ ജോബിൻ എന്നൊരാളാണ് വരനായി എത്തിയതെന്നും അവിടെയുള്ളവർ ഈ സ്ത്രീയെ അറിയിക്കുകയും ചെയ്തു. ഇതോടെ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തു. അല്ലെങ്കിൽ അതോടെ കാര്യം വ്യക്തമായ 2ാമത്തെ ഭാര്യ ചൊവ്വാഴ്ച തന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി റജിക്കെതിരെ രേഖാമൂലം പരാതി കൂടി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവർ വളരെ രഹസ്യമായി നടത്തിയ അതിവേഗത്തിലുള്ളതുമായ അന്വേഷണത്തിലാണ് പ്രതികളുടെ അതിവിദഗ്ധമായ തട്ടിപ്പിൻ്റെ ചുരുളുകൾ പോലും അഴിയുന്നത്. കേസിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ പോലീസ് റജിയെ നേരിട്ട് പിടികൂടാൻ ശ്രമിച്ചാൽ അയാൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടു. അതിനാൽ തന്നെ പോലീസ് നേരിട്ട് രംഗത്തിറങ്ങാതെ 3ാം വിഭാഗത്തിനിരയായ യുവതിയുടെ വീട്ടുകാരെ രഹസ്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും റജിയുടെ യഥാർത്ഥ ചരിത്രവും വ്യാജപ്പേരും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. തങ്ങൾ വലിയൊരു ചതിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം റജിയെ കൊടുക്കാനായൊരു തന്ത്രം മെനഞ്ഞു. ബുധനാഴ്ച വൈകിട്ടോടെ യുവതിയുടെ പിതാവ് റജിയെ ഫോണിൽ വിളിച്ച് അടൂരിൽ തങ്ങളുടെ ഒരു അടുത്ത ബന്ധു മരണപ്പെട്ടതായും ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഒപ്പം വരണമെന്നും അടിയന്തരമായി വീട്ടിലേക്ക് എത്തണമെന്നും അറിയിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് യാതൊരു സംശയവും തോന്നാതെ രാത്രി 8 മണിയോടെ റജി കുന്നത്തൂരിലുള്ള യുവതിയുടെ വീട്ടിലേക്ക്
നവവരൻ്റെ ഗാംഭീര്യത്തോടെ എത്തിച്ചേർന്നു. എന്നാൽ വീട്ടിലെത്തിയ പാടെ അവിടുത്തെ അന്തരീക്ഷവും ആളുകളുടെ പെരുമാറ്റം കണ്ട റജിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നും തൻ്റെ കള്ളി വെളിച്ചത്തായെന്ന് പെട്ടെന്ന് തന്നെ ബോധ്യമായി. അപകടം മണത്ത അയാൾ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മുൻകൂട്ടി തയ്യാറായി നിന്ന പെൺകുട്ടികളുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഇയാളെ ഓടിച്ചിട്ട് പിടികൂടുകയും വിവരമറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ ശാസ്താംകോട്ട പോലീസിന് കൈമാറുകയും ചെയ്തു. നാടകീയ രംഗങ്ങൾ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അന്ന് തന്നെ രാത്രി ഏതാണ്ട് 11:30 കുന്നത്തൂരിലെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും തൻ്റെ തട്ടിപ്പ് വീരനായ കൂട്ടാളിയെ തിരക്കാനും വേണ്ടി സഹായിയായ ജിജോ ആ വീടിൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു. എന്നാൽ വീടിന് ചുറ്റും നാട്ടുകാർ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയ ജിജോയെ നാട്ടുകാർ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയും ഇയാളാണ് വിവാഹത്തിന് ബന്ധു ചമഞ്ഞെത്തിയതെന്ന് തിരിച്ചറിഞ്ഞതോടെ പിടികൂടി പോലീസിന് കൈമാറുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇരുവരെയും വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്ത ശേഷം അല്ലെങ്കിൽ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൻ്റെ അതിശയിപ്പിക്കുന്ന മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ റജിയുടെ തട്ടിപ്പിലെ പ്രധാന പങ്കാളിയായി കരുതിയ 22-കാരനായ ജിജോ യഥാർത്ഥത്തിൽ റജി വിരിച്ച മറ്റൊരു വലിയ സാമ്പത്തിക കടിയിൽ അകപ്പെട്ടു പോയ ഇര കൂടിയായിരുന്നു എന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. വിദേശത്ത് വലിയ ശമ്പളമുള്ള ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് റജി ജിജോയെയും അതുപോലെ കുടുംബത്തെയും ദീർഘകാലമായി പറ്റിച്ചു വരികയായിരുന്നു. ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി ജിജോയുടെ വീട്ടുകാരിൽ നിന്ന് ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപയാണ് ഈ കൊടും ചതിയനായ റജി തട്ടിയെടുത്തത്. ഈ പണം തിരികെ ചോദിക്കുമ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ റജി ഒടുവിൽ ജിജോയെ തൻ്റെ വിവാഹ തട്ടിപ്പിന് സഹായിയായി ഉപയോഗിക്കുക കൂടിയായിരുന്നു. താൻ നൽകിയ വലിയ തുക നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താലും റജിയുടെ ഭീഷണികൾക്ക് വഴങ്ങിയുമാണ് ജിജോ വിവാഹത്തിന് ബന്ധു ചമഞ്ഞ് വരാൻ നിർബന്ധിതനായതെന്നാണ് പ്രാഥമികമായ വിവരങ്ങൾ. ഈ അതിഭയങ്കരമായ വിവാഹ തട്ടിപ്പ് കേവലം ഒരു വ്യക്തിയുടെ സാമ്പത്തികവും ശാരീരികവുമായ യഥാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം 3 നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും ജീവിതം തകർത്ത അതീവ ഗുരുതരമായൊരു സാമൂഹിക കുറ്റകൃത്യം കൂടിയാണ്. മൂന്നാമത്തെ യുവതി തൻ്റെ ജോലി സ്ഥലത്തെ സൗഹൃദത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ആത്മാർത്ഥമായാണ് അയാളെ പ്രണയിച്ചത്. അയാളുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ സന്തോഷത്തിനായി ഈ വിവാഹത്തിന് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒരുക്കി നൽകുകയും ചെയ്തു. എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും 24 മണിക്കൂറുകൾ തികയും മുമ്പ് തന്നെ അതിക്രൂരമായ യാഥാർത്ഥ്യം കൺമുന്നിൽ വെളിപ്പെട്ടതോടെ ആ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി. റജിയുടെ മുൻ ഭാര്യമാർക്ക് ഈ പുതിയ സംഭവം അവരുടെ പഴയ നോവുന്ന മുറിവുകൾക്ക് വീണ്ടും കുത്തിത്തുറക്കുന്നതിന് തുല്യമായി മാറുകയും ചെയ്തു. 4 മക്കളുടെ ഉത്തരവാദിത്തമുള്ള ഒരു പിതാവ് യാതൊരു മനസ്താപവുമില്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ തുനിഞ്ഞത് അവരുടെ കുട്ടികളുടെ ഭാവിയെയും വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ജിജോയെ പോലുള്ള യുവാക്കൾ ഇത്തരം ക്രിമിനലുകളുടെ വാഗ്ദാനങ്ങളിൽ വീണ് വലിയ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് സ്വന്തം ജീവിതം കൂടി ഇരുളടഞ്ഞതാകാൻ മാത്രമേ ഉപകരിക്കുമെന്ന് പോലീസും ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിലവിൽ ശാസ്താംകോട്ട പോലീസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പ്രതിയായ റജിയുടെ മൊബൈൽ ഫോൺ കോളുകൾ, ബാങ്ക് ഇടപാടുകൾ, മുമ്പ് വിവാഹം കഴിച്ച ഭാര്യമാരുമായി ഇയാൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം ഉദ്യോഗസ്ഥർ വളരെ വിശദമായി പരിശോധിച്ച് വരികയുമാണ്. യുവതിയുടെ പിതാവിൽ നിന്നും തട്ടിയെടുത്ത 5 ലക്ഷം രൂപ ഇയാൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതിനെക്കുറിച്ചും വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ജിജോയുടെ കുടുംബത്തിൽ നിന്നും തട്ടിയ 35 ലക്ഷം രൂപ എങ്ങോട്ടാണ് മാറ്റിയതെന്നതിനെക്കുറിച്ചും കണ്ടെത്താനായി പോലീസ് ഊർജ്ജ ശ്രമം നടത്തുന്നുമുണ്ട്. റജിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ പൈശാചികമായ വഞ്ചനയെ അതീവ ക്രിമിനൽ കുറ്റമായി കണക്കാക്കി ശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ വിവാഹ തട്ടിപ്പ് വാർത്ത പുറത്തു വന്നതോടെ കൊല്ലം ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ചർച്ചകളും ജനരോഷമാണ് ഉയർന്നു വരുന്നത്. നിരപരാധികളായ സ്ത്രീകളെയും അവരുടെ കുടുംബങ്ങളെയും ചതിക്കുഴികളിൽ വീഴ്ത്തുന്ന ഇത്തരം വിവാഹ തട്ടിപ്പുകാർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടികളും അതുപോലെ കർശനമായ ശിക്ഷകളും നടപ്പാക്കണമെന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കനത്ത മാനസിക സംഘർഷത്തിലായ യുവതിക്കും കുടുംബത്തിനും ആവശ്യമായ നിയമസഹായങ്ങളും അതുപോലെ കൗൺസിലിംഗും നൽകാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ബന്ധുക്കളും പോലീസും. സംസ്ഥാനത്ത് ദിനം പ്രതി വിവാഹ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സമാനമായ കണികളിൽ വീണു പോകുന്ന സാധാരണക്കാർക്ക് ഈ കേസ് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. എത്ര ദീർഘകാലത്തെ പരിചയമുണ്ടെന്ന് പറഞ്ഞാലും അത്തരം വ്യക്തികളുടെ വ്യക്തിത്വം പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ എന്ന് പലവട്ടം ഉറപ്പുവരുത്തേണ്ടത് കൂടിയുണ്ട്. റജി എന്ന കുറ്റവാളിയുടെ തികച്ചും ആസൂത്രിതമായ കള്ളങ്ങൾ മൂലം 3 പെൺകുട്ടികളുടെയും നിരപരാധികളായ കുട്ടികളുടെയും ജീവിതമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. ജോലിസ്ഥലങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും പെട്ടെന്നുള്ള സൗഹൃദങ്ങൾ ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളിലേക്കോ വിവാഹത്തിലേക്കോ വഴിമാറുമ്പോൾ അത്തരം വ്യക്തികളുടെ കുടുംബ പശ്ചാത്തലം, മുൻകാല ജീവിതവും കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ട ആവശ്യകതയാണ് ഈ കേസ് തെളിയിക്കുന്നത്. സ്ത്രീകൾ അപരിചിതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സംശയകരമായ സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ സഹായം തേടണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ എത്രയും വേഗം
വാങ്ങി നൽകുന്നതിനായി ശാസ്താംകോട്ട പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലുമാക്കുന്നുണ്ട്. ഇത്തരം സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തകർക്കെതിരെ പൊതുസമൂഹം എപ്പോഴും അതീവ ജാഗ്രതയോടെയും കണ്ണു തുറന്നുമിരിക്കണമെന്നാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും.